ഗുഡ് മോർണിംഗ് ഗായ്സ്. സമയം 4 മണി കഴിഞ്ഞു. ഇന്ന് നമ്മളൊരു ട്രക്കിങ്ങിന് പോകാനുള്ള പരിപാടിയാണ്. ഒരു ചെറിയ ട്രക്കിങ്ങിന് വേണ്ടി രാവിലെ ഇറങ്ങുകയാണ്. കുറച്ച് സാധനങ്ങൾ, ഫസ്റ്റ് എയ്ഡ്, പ്രോട്ടീൻ ബാർ, ക്യാപ്പ്, വെള്ളം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. 4:30 ആകുമ്പോൾ നമുക്ക് ബസ് വരും. അതുകൊണ്ട് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ട്രക്കിങ് പോകുന്നത് ജിമ്മിലെ ആളുകൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഒരു 25 പേരോളം ഉണ്ട്. അപ്പോൾ നമുക്ക് ബസ് ജിമ്മിൻ്റെ അവിടെ വരും. സോ ഒരു 500 മീറ്റർ ദൂരമുണ്ട്. രാവിലെ അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബസ്സൊക്കെ വന്ന് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 2 മണിക്കൂർ ദൂരം കൊണ്ട് നമ്മൾ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 7 മണിയാവാറായി സ്പോട്ടിലെത്തിയപ്പോഴേക്കും. 5 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. സോ അങ്ങനെ ആ വില്ലേജിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ആ സ്പോട്ടിലെത്തി. ഇവിടെ പാർക്കിങ് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അയ്യപ്പൻ്റെ പാട്ടൊക്കെ കേട്ട് ഫുൾ പോസിറ്റീവായിട്ട് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ ട്രക്കിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് ഓൺലൈനായിട്ട് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യണം. 400 രൂപയാണ് ഒരാൾക്ക്. സോ അത് ബുക്ക് ചെയ്തിട്ടേ വരാവൂ ഇങ്ങോട്ട്. പിന്നെ നൈറ്റ് ട്രക്ക് അവൈലബിൾ ആണ്. വെളുപ്പിനെ 3 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രക്ക് ഉണ്ട്. അത് സൺറൈസിൻ്റെ സമയത്ത് മുകളിലെത്താൻ പറ്റും. സോ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 6 കിലോമീറ്റർ ആണ് അപ്പ് ആൻഡ് ഡൗൺ. പിന്നെ അതൊരു കവർ ആവാൻ ഒരു 3 to 4 hours കവർ ആവുന്നതേ ഉള്ളൂ. ഒരു ഈസി ടു മോഡറേറ്റ് ട്രക്കാണ്. പ്രായമുള്ളവർക്കും കൊച്ചു പിള്ളേർക്കൊക്കെ വന്നു കഴിഞ്ഞാലും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ട്രക്കാണ്. പിന്നെ ഇവിടെ സൂക്ഷിക്കേണ്ടത് ഇഷ്ടംപോലെ കുരങ്ങന്മാരാണ്. അതായത് സൈഡിലൊക്കെ ഇഷ്ടംപോലെ കുരങ്ങുണ്ട്. ബാഗൊക്കെ തട്ടിപ്പറിക്കുന്നത് കാണാൻ പറ്റി. സോ അതുകൊണ്ട് അത് കെയർഫുള്ളായിരിക്കുക. പിന്നെ എന്താ പറയുന്നത്, നോർമലൊരു ട്രക്ക് തന്നെയാണ്. ആർക്ക് വേണമെങ്കിലും വരാം. നിങ്ങൾക്ക് കുറച്ച് നേച്ചറും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രക്ക് ഇൻ ബാംഗ്ലൂർ എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതൊരു കേവ് ട്രക്കാണ്. അതായത് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാട് കേവ്സ് ഉണ്ട്. ഒരു മലയുടെ അകത്ത് കേവ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. ഇപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലാതെ ഈ ട്രക്ക് ഭയങ്കര ഒരു ഈസി ട്രക്ക് തന്നെയാണ്. അങ്ങനെ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കേവ്സും, പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ശ്രീ കാശി വിശ്വേശ്വര ടെമ്പിൾ എന്ന് പറയും. സോ അത് സൗത്ത് ഓഫ് കാശി എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ശിവൻ്റെ അമ്പലമാണ്. സോ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമ്പലത്തിന് ചുറ്റും ഒഴുകുന്ന വെള്ളം അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് തന്നെ വരുന്ന വെള്ളമാണെന്നാണ് പറയുന്നത്. സോ ആ കയറി വരുന്നിടത്ത് നമ്മൾ കണ്ട ആ ഒരു 300-350 സ്റ്റെപ്സ് സ്ട്രെയിറ്റ് കയറി പോകുമ്പോഴാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അവിടുന്ന് ലെഫ്റ്റ് ഒരു വഴിയാണ്. ആ വഴി എടുക്കുമ്പോഴാണ് ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൈഡിൻ്റെ സഹായം തേടാം. സോ ഗൈഡിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് അറിയില്ല. അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ഗൈഡിനെ എടുത്തിട്ടില്ലായിരുന്നു. സോ ഇത് പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ പാറയിൽ സിമ്പിൾസൊക്കെ, ആരോമാർക്കൊക്കെ വരച്ചിട്ടേക്കുന്ന കാണാൻ, പോകേണ്ട വഴി കറക്റ്റ് അറിയാൻ വേണ്ടി. സോ അത് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടോപ്പിലെത്താൻ പറ്റും. പിന്നെ എന്താ പറയുന്നത്, നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ സൺറൈസിന് എത്താൻ പറ്റിയില്ല. സോ അപ്പം സൺറൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3:30-4 ആകുമ്പോഴത്തേക്ക് നമ്മൾ ലൊക്കേഷനിൽ എത്തണം. എന്നാൽ മാത്രമേ സൺറൈസ് കാണാൻ പറ്റൂ. പിന്നെ ഇവിടെ ഇങ്ങനെ പാറയിൽ കല്ല് കൊത്തി സ്റ്റെപ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് കുറച്ച് ഏരിയയൊക്കെ കയറിപ്പോകാൻ എളുപ്പമാണ്. പിന്നെ മഴ സമയത്തൊക്കെ കുറച്ച് സ്ലിപ്പറി ആയിരിക്കും. സോ അത് നോക്കി വന്നാൽ മതി. പിന്നെ ട്രക്കിങ്ങിന് എപ്പോഴും നമ്മൾ നല്ല എക്യുപ്മെൻറ്റ്സ് മാക്സിമം ക്യാരി ചെയ്യാൻ നോക്കുക. അതായത് ഒരു എന്താ പറയുന്നത്, വാക്കിംഗ് സ്റ്റിക്ക്, ഒരു നല്ല ഷൂസ്. സോ ഞാൻ ഉപയോഗിക്കുന്നത് ഡെക്കാത്ലോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഷൂസാണ്. സോ അത്യാവശ്യം ട്രക്കിങ്ങിനൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. സോ അങ്ങനെ ആളുകളൊക്കെ എല്ലാവരും പല വഴിയിലായിട്ട് വരുന്നതേ ഉള്ളൂ. കുറേ പേര് ഫ്രണ്ടിൽ പോയി, കുറേ പേര് പുറകിൽ വരുന്നതേ ഉള്ളൂ.
അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോഴേക്കും ഇവിടെ ഒരു കൊച്ചാട്ടൻ ഇരുന്ന് കുക്കുമ്പറൊക്കെ വിൽക്കുന്നത് കാണാം. സോ ട്രക്കിങ്ങിന് നമ്മൾ കുക്കുമ്പർ പോലത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഫൈബറാണ്, കുറച്ച് എനർജിയും പവറും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ എന്തായാലും വാങ്ങിയില്ല. എൻ്റെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു. സോ ഇതേപോലെ കല്ലിൻ്റെയും മുള്ളിൻ്റെയൊക്കെ ഇടയിൽ കൂടെയുള്ള വഴികളാണ്. കുറച്ച് സൂക്ഷിച്ചും കണ്ടൊക്കെ പോയാൽ മതി, മുള്ളൊക്കെ ദേഹത്ത് കൊള്ളാതെ. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ട്രക്ക്. കാരണം ഇനി അങ്ങോട്ട് ചെല്ലുമ്പം നല്ല അടിപൊളി കേവ്സ് വരാനുണ്ട്. സോ നമ്മളങ്ങനെ കേവിൻ്റെ ആ ഒരു എൻട്രി പോയിന്റിലെത്തി. സോ ഇവിടുന്ന് ആളുകളിങ്ങനെ ഓരോരുത്തരായിട്ട് പയ്യെ ഇറങ്ങുകയാണ്. സോ ഇറങ്ങും തോറും ഇത് ആക്ച്വലി താഴോട്ടാണ് പോകുന്നത്. സോ ഒരു സമയത്തെപ്പോഴേക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരു 4-5 പേര് മാത്രമേ ഉള്ളായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ വരുന്നതേ ഉള്ളായിരുന്നു. സോ പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ശ്രദ്ധിച്ചും കണ്ടൊക്കെ ഇറങ്ങിയാൽ മതി. കുറച്ച് പുറലൊക്കെ വരും, അത് കാര്യമാക്കണ്ട. അതതിൻ്റെ ഒരു ത്രില്ലും എക്സ്പീരിയൻസും നമുക്ക് എന്ന് ഓർക്കാനൊരു ഓർമ്മകൾ ഉണ്ടാകുന്നതാണ്. സോ അങ്ങനെ ഞാനിങ്ങനെ ചാടി മറിഞ്ഞ് ആ ട്രക്കിൻ്റെ ആ ഒരു കേവിൻ്റെ എൻട്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ കൂടെയുള്ള ആളുകളൊക്കെ കഷ്ടപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ കുറച്ച് ചെല്ലുമ്പോഴത്തെ കുറച്ച് നാരോ ആണ്, അതായത് ഒരാൾക്ക് മാത്രം പോകാനുള്ള ഗ്യാപ്പൊക്കെ കാണത്തുള്ളൂ. സോ നമ്മൾ നിരങ്ങിയും കിടന്നും ഒക്കെ ഇറങ്ങേണ്ട അവസ്ഥയാണ്. ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. അങ്ങനെ ഏകദേശം ഈ ഒരു ഗുഹയുടെ നടുമുറ്റം എന്ന് പറയാം, അവിടെ എത്തിയപ്പോഴേക്കും വഴി കുറച്ച് തെറ്റി. എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഇങ്ങനെ എല്ലാവരും പകച്ച് നിൽക്കുകയാണ്. സോ അവസാനം ഒരു വഴി കണ്ട് അങ്ങനെ പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്തായാലും ഒരു ടോർച്ച് എടുത്തത് ഭയങ്കര ഉപകാരമായി. കാരണം കുറച്ച് ഏരിയ എത്തിയപ്പോഴത്തേക്ക് വെട്ടം ഒട്ടും ഇല്ലായിരുന്നു. സോ ടോർച്ച് ഉണ്ടായിരുന്നത് കൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. സോ ഞാനങ്ങനെ മുകളിൽ നിന്ന് ടോർച്ച് അടിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. സോ ആൾക്കാരങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുന്നു. അങ്ങനെ ഞാനും പുറകെ പോയി. സോ അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് എത്തിയപ്പോഴേക്കും വഴി കുറേ കൂടെ ഡാർക്കായി തുടങ്ങി. ഇതേപോലെ വേരൊക്കെയാണ് നമുക്ക് ചവിട്ടി ക്രോസ് ചെയ്യേണ്ടത്. ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. സോ ഇത് കാണുമ്പം എനിക്ക് ഓർമ്മ വന്നത് മഞ്ഞുമ്മൽ ബോയ്സിലെ സീനാണ്. ആ ഒരു ഫീൽ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഗ്ലിംസ് കിട്ടി. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് സ്ലിപ്പറി ആവാം, അതുകൊണ്ട് കുറച്ച് കെയർഫുൾ ആയിരിക്കണം. Hello guys, welcome to my channel. Hello channel, welcome to my guys. അങ്ങനെ ഏകദേശം ഒരു 9:15 ആയപ്പോഴത്തേക്ക് നമ്മൾ ടോപ്പിലെത്തി. അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ കൂടെ വന്ന ആൾക്കാർ. കുട്ടികളും പ്രായമായ ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. സോ എല്ലാവരും ജിമ്മിൽ ഉള്ള ആളുകളല്ല. സോ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയോ ഫാമിലിയോ ഒക്കെ വേണമെങ്കിലും കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് ആളുകളൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇവരൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. സോ ഭയങ്കര അടിപൊളി വൈബുള്ള ആൾക്കാരാണ്. സോ ഈ ജിമ്മ് വരുന്നത് ബേഗൂർ റോഡിലാണ്, അതായത് ഇലക്ട്രോണിക് സിറ്റി പോകുമ്പം സിംഗസാന്ദ്ര സൈഡിലാണ് ജിമ്മ് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 വർഷമായിട്ട് ഞാനിവിടെ 1 വർഷമായിട്ട് ജിമ്മിൽ ഉണ്ട്. സോ എല്ലാവരും ഭയങ്കര അടിപൊളി ആണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രക്കിങ് കാര്യങ്ങൾ ഇവർ കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. സോ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി.
തിരിച്ചങ്ങനെ നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. ഏകദേശം 11 മണി ആകാറായി നമ്മൾ തിരിച്ചെത്തിയപ്പോൾ. പക്ഷേ അതിൻ്റെതായ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഒരു ഫൺ ട്രക്ക് തന്നെയായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ആ ടെമ്പിളിലോട്ടൊന്ന് പോയി. മുകളിലാണ്, അപ്പോൾ ഒരു 300-400 സ്റ്റെപ്പ് ഉണ്ട്. അങ്ങനെ ടെമ്പിളിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാനുള്ള പരിപാടിയാണ്. പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ്. ട്രെക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയപ്പോൾ കുറച്ച് ബജ്ജിയും ചായയൊക്കെ കുടിച്ചു. നല്ല അടിപൊളി ചൂട് ബജ്ജിയും ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. സോ ഇത്രയേ ഉള്ളൂ ഈ ട്രക്ക്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.